ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ലൂബിക്കയില്ലേ, അത് വെച്ച് നമ്മൾ അടിപൊളി വീടുകളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ രീതിയിൽ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ലൂബിക്ക അച്ചാർ വളരെ എളുപ്പത്തിൽ വീടുകളിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ ലൂബിക്ക അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഏകദേശം 1.5 കിലോ ലൂബിക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് 15 മിനിറ്റ് ഇവനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് വെള്ളത്തിൽ. ഇവനെ നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു 15 മിനിറ്റ്. അതിൻ്റെ കൂടെ നമ്മളൊരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേവാൻ നേരത്ത് ഏകദേശം ലൂബിക്കയിലേക്ക് ഒക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ലൂബിക്ക അച്ചാറിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനായി ആദ്യമായിട്ട് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ജൂലിയം ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ചുള വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പിലയും നമ്മൾ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 5 പച്ചമുളക് ചോപ്പ് ചെയ്ത്, അതിലേക്കൊരു 4-5 പച്ചമുളകും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനായി നമ്മൾ കടുക് എടുത്തിട്ടുണ്ട്, ഒരു 3 സ്പൂൺ കടുക്, ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കായപ്പൊടി, ആവശ്യത്തിന് ഉലുവ പൊടിച്ചത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 പാക്കറ്റ് അച്ചാർ പൊടി, അതായത് 100 ഗ്രാം വരുന്ന അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 50 ഗ്രാം സാദാ മുളക് പൊടി എരിവിനാവശ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം കാശ്മീരി ചില്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ ലൂബിക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇവനെ ഒന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലൂബിക്ക വേവിച്ച് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് നമുക്കൊരു 3 തവി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ വെളിച്ചെണ്ണയാണ്. നമ്മൾ എണ്ണ കൂടുതൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പ്രശ്നമില്ല. അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ എടുക്കാൻ നേരത്ത് തവിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കളഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി വന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവ കടുക് പൊട്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. സാധാരണ കണ്ടുവരുന്നത് ഉലുവ ആദ്യം പൊട്ടിച്ചിട്ടാണ് കടുക് ഇടുന്നത്. നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെയാണ് ചെയ്യുന്നത് അച്ചാറുണ്ടാക്കാൻ. അതായത് നമ്മൾ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പേരിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടുന്നുള്ളൂ, പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയും ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറണം. പച്ചമണം മാറിയാലാണ് അച്ചാർ കേട് കൂടാണ്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇവനെന്ന് അത് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളകും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിട്ട് ഇവനെയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ലൂബിക്ക അച്ചാറിൻ്റെ മസാലകളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മസാലപ്പൊടികൾ ചേർക്കണം. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മസാല ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള കാരണം നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് മസാല ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതിലേക്ക് തന്നെ നമ്മളൊരു 100 ഗ്രാം അടുത്ത് വരുന്ന നമ്മുടെ അച്ചാർ പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ നാടൻ ചില്ലി പൗഡർ, മുളക് പൊടി, കളറിന് ആവശ്യമായിട്ട് ഒരു കാശ്മീരി ചില്ലിപ്പൊടി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മസാല ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഏകദേശം നന്നായി മൂത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം, തിളപ്പിച്ചാറിയ ചൂടുവെള്ളമാണ് ഒഴിക്കാവുള്ളൂ. വിനാഗിരി അധികം ചേർക്കാത്തവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും വിനാഗിരി ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എണ്ണ കൂട്ടി വേണം അച്ചാർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒത്തിരി നാൾ ഇരിക്കുകയില്ല അച്ചാർ. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ലൈറ്റായിട്ട് നമ്മൾ വിനാഗിരി ചേർക്കുന്നുണ്ട്. ലൂബിക്കയ്ക്ക് അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് വിനാഗിരി ചേർക്കുന്നുണ്ട്. നമ്മുടെ മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലൂബിക്കിട്ട് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒത്തിരി തിളപ്പിക്കണ്ട. നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ലേശം ഒരു പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി ചേർക്കുന്നുണ്ട്. ലേശം വിനാഗിരി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് കുറവാണെങ്കിൽ ലേശം ഉപ്പുറം ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ലൂബിക്ക നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കിയ നാടൻ രീതിയിലുള്ള ലൂബിക്ക അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ വീടുകളിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ലൂബിക്കയൊക്കെ ഇപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് വീടുകളിൽ പോയി ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റമായി വീണ്ടും കാണാം.